ഡാർക്ക് നെറ്റ് വഴി ലഹരി വിൽപ്പന നടത്തിയ കേസിൽ പിടിയിലായ 3 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. NCB നൽകിയ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും. പ്രതികളായ എഡിസൺ, അരുൺ തോമസ് എന്നിവരെ 7 ദിവസം കസ്റ്റഡിയിൽ നൽകണമെന്നതാണ് NCBയുടെ ആവശ്യം. അതേസമയം ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ച ക്രിപ്റ്റോ ഇടപാടുകൾ പരിശോധിക്കാൻ അന്വേഷണ സംഘം വിദഗ്ധരുടെ സഹായം തേടും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, വീണ്ടും ഇന്ന് ഈ കേസ് കോടതിയുടെ മുന്നിൽ എത്തുന്നുണ്ട്. വളരെ വലിയൊരു നെറ്റ്വർക്ക് ലഹരി ശൃംഖലയുടെ വിവരങ്ങളാണ് പുറത്തു നൽകിയിട്ടുള്ളത്. ഒപ്പം ഇവരുടെ സഹപാഠികളിലേക്കുമൊക്കെ അന്വേഷണം പോകുന്നുണ്ടായിരുന്നു. ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? കോടതിയുടെ മുമ്പിൽ എത്തുമ്പോൾ എന്താണ് സാഹചര്യങ്ങൾ? ശ്രീജ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. ഇതിൽ 3 പ്രതികൾ, ഇപ്പോൾ അറസ്റ്റിലുള്ള 3 പേരെയും തന്നെ ചോദ്യം ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനം എഡിസൺ ബാബു, അതോടൊപ്പം തന്നെ അരുൺ തോമസും പിന്നെ വാഗമൺ സ്വദേശിയായ ഡിയോൾ. ഇവർ 3 പേരും സഹപാഠികളായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിലെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീടാണ് ഇവർ ഈ ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായി ലഹരി വ്യാപാരങ്ങളിലേക്ക് തിരിയുന്നത്. ഡിയോളാണ് ഇത് കാര്യങ്ങളെല്ലാം തന്നെ എഡിസനെ കാര്യമായിട്ട് ബോധ്യപ്പെടുന്നത്. കാരണം എഡിസൺ ഇത്തരം സാങ്കേതിക വിദ്യയിൽ വളരെ പരിജ്ഞാനമുള്ള ആളാണ്. അത് NCB തന്നെ പറയുന്നു. 25ഓളം പാസ്വേഡുകൾ വരെ ഇയാൾക്ക് മെമ്മറിയിൽ ഓർത്ത് പറയാനുള്ള രീതിയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എവിടെയും കുറിക്കാതെ തന്നെ കൃത്യമായിട്ട് അത്ര കാര്യങ്ങളും പ്രാപ്തിയുള്ള ഒരാൾക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു നെറ്റ്വർക്ക് വികസിപ്പിക്കാനെല്ലാം തന്നെ ഇവർ തീരുമാനിക്കുകയും ചെയ്തത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലായ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഏതാണ്ട് 700-ലധികം ഇടപാടുകൾ രാജ്യത്തകത്തും പുറത്തുമായിട്ടെല്ലാം തന്നെ ഇവർ നടത്തിയിട്ടുണ്ട്. ഇതിലൂടെ വലിയ രീതിയിൽ പണം സമാഹരിച്ചിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി വഴി പണം സമാഹരിക്കുന്നു. പക്ഷേ ഈ പണം എന്ത് ചെയ്തു, എവിടേക്ക് പോയി എന്ന കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്ന രീതിയിൽ തന്നെയാണ് NCB മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തെ പ്രധാന ലഹരി ഇടപാടുകൾ, ഇൻ്റർനെറ്റ് വഴിയുള്ള ഈ ഇടപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികൾ തന്നെയാണ് ഇവരെന്നാണ് NCB ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഇവരെ ചോദ്യം ചെയ്യൽ ഈ കേസിൽ അനിവാര്യം തന്നെയാണ്. കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ഇടപാടുകാരെക്കുറിച്ച് കൂടുതൽ ആരൊക്കെയാണ്, ഇതിന് പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. രാജ്യത്തെ വലിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനപ്പെട്ട ഇടപാടുകൾ നടന്നിരുന്നു. ഒപ്പം വലിയ നിശാ പാർട്ടികൾ സംഘടിപ്പിക്കുന്നതിലെല്ലാം തന്നെ ഇവർ തന്നെ മുൻകൈയെടുക്കുകയും വലിയ ആഡംബര പാർട്ടികളിലേക്ക് ഇവർ ലഹരി എത്തിക്കുകയും ഇവരെ നെറ്റ്വർക്ക് വഴി എത്തിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ചില കൊറിയർ കമ്പനികൾ ഉൾപ്പെടെയുള്ളവർ എല്ലാം തന്നെ നിരീക്ഷണത്തിലുണ്ട്. അതിലേക്ക് കൂടുതൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലും അനിവാര്യമാണ്. അതുകൊണ്ട് കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് മുൻപാകെ എത്തുന്നു. കോടതി ഇന്ന് പരിഗണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.